ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? കൺജക്ഷൻ ആണല്ലേ. ഒരുപാട് കൺജക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് കാണുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോർട്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുടങ്ങാതെ കാണുക. അപ്പോൾ ഇതിൽ ഞാൻ മറ്റ് ചാനലിൽ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കിതിലേക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺജക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ആണ്. ഈ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല രീതിയിൽ നമ്മൾ ഫ്രം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺജക്ഷനായി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്. അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ന് നമുക്ക് പറയണമെങ്കിലും ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഐ ആം ഫ്രം ഇന്ത്യ. ഐ ആം ഫ്രം ഇന്ത്യ എന്ന് നമുക്ക് പറയാം. നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഐ ആം ഫ്രം ഇന്ത്യ. അവിടെ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ പഠിച്ചത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഒരു ജീവിതാനുഭവം, അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിന്നാണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫ്രം യൂസ് ചെയ്യണം. എങ്ങനെ പറയാം? ഐ സ്റ്റഡീഡ് അല്ലെങ്കിൽ ഐ ലേൺഡ് എ ലോട്ട് ഫ്രം ദാറ്റ് എക്സ്പീരിയൻസ് അല്ലേ. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഒരുപാട് പഠിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, അവൾ അവളുടെ വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് നടന്നു. അവൾ അവളുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് നടന്നു, ഹോസ്പിറ്റലിലേക്ക് നടന്നു. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അവൾ അവളുടെ വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് നടന്നു. ആരാ നടന്നത്? അവളാണ്. ഷീ വോക്ക്ഡ് ഫ്രം ഹൗസ്. അവൾ അവളുടെ വീട്ടിൽ നിന്ന് ടു ദ പാർക്ക്, പാർക്കിലേക്ക് നടന്നു അല്ലേ. ഷീ വോക്ക്ഡ്, അവൾ നടന്നു. ഫ്രം ഹർ ഹൗസ്, അവളുടെ വീട്ടിൽ നിന്ന് ടു ദ പാർക്ക്, പാർക്കിലേക്ക്. അവിടെ നമ്മൾ കൺജക്ഷൻ ആയിട്ട് ഫ്രം യൂസ് ചെയ്തു. നെക്സ്റ്റ്, ഈ സമ്മാനം എൻ്റെ സുഹൃത്തിൽ നിന്നാണ് അല്ലേ. ഈ സമ്മാനം എൻ്റെ സുഹൃത്തിൽ നിന്നാണ്. എങ്ങനെ അറിയാം? ദിസ് ഗിഫ്റ്റ് ഈസ് ഫ്രം മൈ ഫ്രണ്ട്. ദിസ് ഗിഫ്റ്റ് ഈസ് ഫ്രം മൈ ഫ്രണ്ട്. ഈ സമ്മാനം എൻ്റെ സുഹൃത്തിൽ നിന്നാണ്. നെക്സ്റ്റ്, എനിക്ക് പുസ്തകം ലൈബ്രറിയിൽ നിന്ന് കിട്ടി. എനിക്ക് ഈ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് കിട്ടി. ഐ ഗോട്ട്, എനിക്ക് കിട്ടി ദിസ് ബുക്ക് ഫ്രം ദ ലൈബ്രറി. എന്താണ്? ഐ ഗോട്ട് ദിസ് ബുക്ക് ഫ്രം ദ ലൈബ്രറി. എനിക്ക് ഈ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ കിട്ടിയതാണ്. ഓക്കെ. നെക്സ്റ്റ്, ട്രെയിൻ രാവിലെ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. ട്രെയിൻ രാവിലെ 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്ന് പറയണല്ലോ. അപ്പൊ എന്താ പുറപ്പെടുന്നത്? ട്രെയിനാണ്. ദ ട്രെയിൻ വിൽ ലീവ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് 5 AM. The train will leave. ട്രെയിൻ പുറപ്പെടും ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് at 5 AM. at 5 AM അല്ലേ. രാവിലെ 5 മണിക്ക്. നെക്സ്റ്റ്, അവൻ 2 മണിക്ക് ഷോപ്പിൽ നിന്നിറങ്ങി. അവൻ 2 മണിക്ക് ഷോപ്പിൽ നിന്നിറങ്ങി. He left from the shop at 2 o'clock. അവൻ 2 മണിക്ക് ഷോപ്പിൽ നിന്നിറങ്ങി. ഇനി നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, ഇങ്ങനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഫ്രം യൂസ് ചെയ്യും. അതായത് ഫ്രം ടു അല്ലേ. ഫ്രം ടു എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കൺജക്ഷൻ ആണിത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഫ്രം നമ്മൾ യൂസ് ചെയ്യുക എന്ന് നോക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നു എന്നെങ്ങനെ പറയാം? ഇരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഐ സാറ്റ് ഹിയർ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. ഐ സാറ്റ് ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് അല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നു. ഇനി നമ്മളത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഇന്നലെ രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ കോഴിക്കോടായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ കോഴിക്കോടായിരുന്നു. ഐ വാസ് ഇൻ കാലിക്കറ്റ് ഫ്രം യെസ്റ്റർഡേ മോർണിംഗ് അണ്ടിൽ നൂൺ. അണ്ടിൽ നൂൺ അല്ലേ. അപ്പോൾ ഐ വാസ്, ഞാൻ ആയിരുന്നു, കാലിക്കറ്റിൽ ഫ്രം യെസ്റ്റർഡേ മോർണിംഗ്, ഇന്നലെ രാവിലെ മുതൽ അണ്ടിൽ നൂൺ. എനിക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 5 മിനിറ്റ് നടക്കണം. എനിക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 5 മിനിറ്റ് നടക്കാനുണ്ട്. ഐ ഹാവ് ടു വാക്ക് ഫോർ 5 minutes ഫ്രം ഹോം ടു ദ ബസ് സ്റ്റോപ്പ്.
ഐ ഹാവ് ടു വോക്ക്, എനിക്ക് നടക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് നടക്കണം ഫോർ 5 minutes. ഫ്രം ഹോം ടു ദ ബസ് സ്റ്റോപ്പ്. കൺജക്ഷൻ ആയിട്ടുള്ള ഫ്രം എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടെ കൺജക്ഷൻസ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞത് കൺജക്ഷൻ 3 ടൈപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിവിടെ വിശദീകരിച്ചിട്ടില്ല. ഞാൻ ഓരോരോ കൺജക്ഷൻസ് സിമ്പിളായിട്ട് പഠിക്കുന്ന രീതിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സിൽ സിമ്പിൾ സെൻറ്റൻസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക കേട്ടോ. പിന്നെ ഇതിൽ ലൈവ് വരണമെന്നുണ്ട്. ലൈവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പഠിക്കാം. അതിനൊരു ടൈം കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ ഞാൻ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സുകളൊക്കെ കാണുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസുകൾ പഠിക്കണമെങ്കിൽ റിഷൂസ് പാലസ് എന്ന ചാനലിൽ പോയിട്ട് കണ്ടിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കാണുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.